ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നതിൽ പെട്ടത് തന്നെ, യാതൊരു കുഴപ്പമില്ല. അതേപോലെ ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി മുസ്തഫ നബിന്റെ ശരീരത്തിൽ ധരിച്ച ഖമീസ് ജുബ്ബ, അത് റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം ആയിഷ ബീവിന്റെ വീട്ടിലാണ്. ആയിഷ ബീവിന്റെ ശേഷമോ തന്റെ സഹോദരന്റെ വീട്ടിലാണ്. രോഗമുള്ള ഏതെങ്കിലും വന്നാൽ അസ്മാഉന്ന ജുബ്ബ വെള്ളിട്ട് മുക്കി വെള്ളം ഏൽപ്പിക്കാൻ കൊടുക്കാറ്. അതുകൊണ്ട് ഞങ്ങൾ ഇഫാഇനെ തേടാറുണ്ട് രോഗികൾക്ക്. ഈ ഹദീസ് ഷരീഫിൽ കാണാം. മുസ്തഫായുടെ ശരീരത്തിൽ ധരിച്ച കുപ്പായം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പുന്ന സമയത്ത് സ്വഹാബത്ത് പറയുന്ന നിലത്തേക്കിടല്ല നബിയെ, ഞങ്ങളുടെ ആവശ്യമാണ് തുപ്പിലേക്ക് പോയി കയ്യാൽ വാങ്ങിക്കുക. അല്ലാഹുവിന്റെ റസൂലിൻ ശരീരത്തിൽ റസൂലുള്ളാഹിയെ ഉമ്മനീര് സ്വഹാബാക്കൾ സ്വീകരിച്ച് അവരുടെ ശരീരത്തിൽ പുരട്ടാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ചരിത്രപരമായി നാം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങൾ. ഇത് നമുക്ക് വിവരിക്കാൻ സാധ്യമല്ല. ഇതുകൊണ്ടാണ് സുന്നികളായി നമ്മൾ പറയുന്നത് മഹാന്മാരായ ആളുകൾക്ക് ബർക്കത്തുകളുണ്ട്, അവരുടെ തബറാത്തുകൾ സ്വീകരിക്കാം, അതിൽ യാതൊരു കുഴപ്പവും തൗഹീദിന് വരില്ല, അവിടെ ഒരു ശിർക്കും വരില്ല. അതുപോലെ അവരുടെ ചരിത്ര പാരായണമാകുന്ന മൗലിദ് റാത്തി പോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് സുന്നികൾ വിശ്വസിക്കുന്നതിന്റെ അടിസ്ഥാനം. ഒന്നൊന്നല്ലോ വിഷയങ്ങൾ. അതേപോലെ ഉണ്ടാക്കുന്ന സഹാബാക്കൾ ഇതിന് ഇത്തിരി ഓരോ സമ്പത്ത് പരിശോധന ഇതൊക്കെ ഒരു 11-12 ഇടയ്ക്കുള്ള സമയം. അപ്പൊ അള്ളാന്റെ റസൂല് വല്ലാതെ വിയർപ്പുള്ള ആ വിയർപ്പ് ഈ 36 ക്ഷീണരങ്ങൾ ഒരു കുട്ടീനെ കാണിച്ചു കൊടുത്ത് ആ വിയർപ്പ് ഇങ്ങനെ ഇതിലാക്കുക. അവൻ നബി കണ്ണുറന്നു. അതിന്റെ ബർക്കത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, വിയർപ്പിന്റെ ബർക്കത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഖാല അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, അസബ്തി, ജി ചെയ്തത് തൗഹീദിന് യോജിച്ച നല്ല കാര്യമാണ്. ഖാല റസൂലുള്ളാഹി, തെറ്റാണ് നല്ല വിയർപ്പോ ഒരു അന്ധമായ വിശ്വാസം, അത് പരമാബദ്ധമാവുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ കണ്ടിഷമായി എതിർക്കുന്നതാവുന്നു എന്ന് പറഞ്ഞോ? ഇല്ല, അസബ്തി സ്വഹീഹ ഹദീസ, ഇത് ചെയ്തത് വളരെ കറക്റ്റാണ്, തൗഹീദിന് യോജിച്ചത് തന്നെയാണ്, നല്ല പ്രവർത്തനമാണ്. ഈ റസൂലുള്ളാഹിന്റെ വിയർപ്പ് അങ്ങനെയാ. അള്ളാഹുവിന്റെ റസൂല് അടങ്ങിക്കിടക്കുന്ന മണ്ണിനെ അത്ര സുഗന്ധമുള്ള സാധനം ലോകത്തില്ലാന്നല്ലേ. റസൂലുള്ളാഹിന്റെ വിയർപ്പ് ലോകത്തെ സുഗന്ധങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സുഗന്ധമാണത് എന്ന് മഹാന്മാരാ ഹദീസു ഷരീഫിൽ കാണാം. പിന്നെ ഇങ്ങനത്തെ റസൂല് സാധാരണക്കാരനാണെന്നുള്ള വിശ്വാസം മഹാമോശ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മുസ്തഫ നബി സാധാരണക്കാരനാന്ന് പറഞ്ഞാൽ പരമാബദ്ധ. ഇന്നിപ്പം ചില ആൾക്കാർ ആയത്തോതിട്ടാണ് പറയുന്നത്. കുൽ നബിയെ പറയൂ, ഇന്നമാ അന ബശർ, ഞാൻ മനുഷ്യനാണ്, മിസ്ലുക്കും നിങ്ങളെ പോലെ, നമ്മളെ പോലത്തെ മനുഷ്യനാണ്. അതിനെ പറയുന്നത് കണ്ടാൽ തന്നെ തിരിയില്ലേ. സാധാരണ മനുഷ്യ സഹജമായി ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, തിന്നുക, മലമൂത്ര വിസർജനം, സന്താന ഉൽപാദനം തുടങ്ങിയ എല്ലാ കാര്യമുള്ള ഒരാളോട് നിങ്ങൾ മനുഷ്യനാന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പം അതിൻ്റെ എന്തോ ഒരു കാര്യമുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമിനിൽ ഉലൂഹിയത്ത് വാദിച്ചതുപോലെ നബിയെ തങ്ങളിൽ വലിയ അത്ഭുതങ്ങളൊക്കെ കാണുമ്പോൾ ഉലൂഹിയത്തോ അല്ലെങ്കിൽ അത്ഭുതമൊന്നും വാദിക്കണ്ട, അങ്ങനെയൊക്കെ ഒരു അർത്ഥമുണ്ട്. ഈ പറയേണ്ട അർത്ഥമില്ലല്ലോ. ഞാൻ ഒരു മനുഷ്യനാണ് നിങ്ങളെപ്പോലെ എന്ന് പറഞ്ഞിട്ട് യുവായിരയ്യ എന്നെക്കൊള്ള ഈ അറിയിക്കപ്പെട്ടു ഓല് പറഞ്ഞ അർത്ഥത്തു കൂടി എന്നെ പോവുക. ഉൽ പറയൂ, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യനാണ്, മിസ്ലുക്കും നിങ്ങളെപ്പോലെ. അപ്പൊ നമ്മളെ പോലത്തെ ഒരു മനുഷ്യൻ. യുഹായിരയ്യ, എന്നെക്കൊള്ളെ വഴി അറിയിക്കപ്പെട്ടു. എങ്ങനെ? നിങ്ങളെ കൊള്ളെ വഴി അറിയിക്കപ്പെട്ടു പോലെയെന്നോ? നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ് നബി. പിന്നെ യുഹായിരയ്യ, എന്നെക്കൊള്ള ഈ അറിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായില്ലേ നമ്മളെ പോലെ ഉള്ളയാന്ന്. അവിടെ തന്നെ തിരിഞ്ഞില്ലേ നമ്മളെ പോലെ അല്ലാന്ന്. അല്ലെങ്കിൽ നമുക്ക് വഴിയുണ്ട് എന്ന് വരൂലേ.
അപ്പം വിഡ്ഢിത്തർത്താണ്. ഇനിയിപ്പം മിസ്ലു നിങ്ങളെ പോലെ എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഒമാമിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരി യതീറു ബിജനാഹൈഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. അല്ലാഹു പറഞ്ഞു, ഒമാമിൻ ദാബത്തിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു മൃഗങ്ങളും ഇല്ല. വലാ ദാബത്തിൻ ഫിൽ വലാ ത്വാഇരി യതീറു ബിജനാഹൈഹി, രണ്ട് ജറകുമായി അന്തരീക്ഷത്തിൽ പറക്കുന്ന പക്ഷികളും ഇല്ല, വായുമണ്ഡലങ്ങളിൽ പറക്കുന്ന പക്ഷികളില്ല. ഇല്ലാ ഉമമുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള ഉമ്മത്തുകളായിട്ടല്ലാതെ. അപ്പൊ ഈ വായുമണ്ഡലങ്ങളിൽ പറക്കുന്ന പക്ഷികൾ, അതുപോലെ ഭൂമിയിൽ നടക്കുന്ന മൃഗങ്ങളൊക്കെ നമ്മളെപ്പോലത്തെ ഉമ്മത്താണ്. അപ്പൊ നമ്മളൊരു പോത്തിനോട് അസ്സലാമു അലൈക്കും എവിടുന്ന മുജീരെ വരണത് എന്ന് ചോദിക്കാലോ. കാരണം ഒമാമിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇരി യതീറു ബിജനാഹൈഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും, നിങ്ങളെപ്പോലത്തെ ഉമ്മത്ത്, നമ്മളെപ്പോലത്തെ സമൂഹമാണ് ഓലെന്നല്ല ഖുർആൻ പറഞ്ഞത്. അപ്പൊ നമ്മളെ മുജേരെന്ന് വിളിച്ചൂടാ പോത്തിനെ? അല്ലെ മൂജേരെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചൂടെ? എന്താ പോത്ത് മുജേരെ? ഇതൊക്കെ ഇപ്പോൾ സാധാരണ എല്ലായിടത്തും നടക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് 1-2 ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. സ്ത്രീകൾ ജുമ്മയ്ക്ക് പോകൽ വളരെ ആവശ്യമാണ്. അതിന് നമ്മളെ മുമ്പിൽ വന്നിട്ട് ചില മൗലവിമാർ പറയും സ്ത്രീ ഈ സമൂഹത്തിൽ ആവശ്യമാണ്. ഇസ്ലാം എന്നതൊരു വാഹനമാണ്. ആ വാഹനത്തിന് 2 ചക്രങ്ങളാണ്. ആ 2 ചക്രത്തിലൂടെയാണ് ഇസ്ലാം എന്ന വാഹനം ഓടരുത്. അത് ഒരാണ് പുരുഷൻ, മറ്റൊന്നാണ് സ്ത്രീ. ഈ 2 ടയറും ഒരുമിച്ച് ഓടുമ്പോഴേ ഇസ്ലാം എന്ന വാഹനം ഓടുള്ളൂ. അതുകൊണ്ട് ജുമുഅ എന്ന് പറയുന്ന ആ നിർബന്ധ ഇബാദത്തിന് ഈ 2 ചക്രം വരണം, എങ്കിൽ ഇസ്ലാം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നല്ല പോയിൻ്റ് കേട്ടോ, നല്ല പോയിൻ്റാണ്. പക്ഷെ പോയിൻ്റ് ഒരു തകരാറ് വന്നു പോയി. എന്താണെന്നറിയോ? ഒരു ടയർ ചിലപ്പോൾ പഞ്ചറാവും, ആ പോയിന്റ് മനസ്സിലായില്ല. ചിലപ്പോൾ ആ ടയർ പഞ്ചറാണ് സമയത്ത് മറ്റേ ടയറും അവിടെ കിടക്കണം, ഒറ്റ ടയർ ഓടൂല ഇസ്ലാം വീട്ട്. അവ ഇജന്തടാന്ന് പള്ളിക്ക് വാങ്ങി അനക്കാരനോടല്ലടാ, ഇസ്ലാം ഒരു വാഹനല്ലേ, 2 ചക്രത്തുമല്ലേ ഓടുക, മറ്റേ ചക്രം എന്തായല്ലോ പഞ്ചറായല്ലോ, ഈ ചക്രം തെങ്ങനെ ഓടുക. അപ്പോൾ ആണും പെണ്ണും വന്ന് യുമ്മയ്ക്ക് വേണ്ട, 2 ഒന്ന് പഞ്ചറായാൽ മതി. ഈ ജാതി കൊട്ട പോയത്തം പറഞ്ഞിട്ടാണ് നമ്മളെ മുമ്പിൽ ചിലവിൽ അവതരിപ്പിക്കല്. ഇതേ ക്രമത്തിലുള്ള ഓരോ ന്യായം പറഞ്ഞിട്ട് ഇവർക്ക് എന്തറിയാം, ഇവർക്ക് എന്തറിയാം. ഞാൻ ആ ശൈലിയിൽ ഇപ്പൊ പറയണേയില്ല, പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം ആ ഭാഗം. അതുകൊണ്ട് ആ തരത്തിലുള്ള വഞ്ചനകളിൽ നിങ്ങൾ പെടരുത്. കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ നേതാവ് ഉമ്മർ മൗലവി, അയാള് സൽസബിയിൽ എഴുതുന്നത് എങ്ങനെയെന്നറികള്, പെണ്ണുങ്ങൾ വളരെ പ്രതിബന്ധങ്ങളുള്ള കൂട്ടരാണ്. അത് സത്യമാണല്ലോ, നമ്മളെക്കാളും പ്രതിബന്ധമാണല്ലോ ഇറ്റക്ക്. എന്നിട്ട് ഈ പ്രതിബന്ധങ്ങളുള്ള ആൾക്കാർ ചിലപ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആർത്തവമുണ്ടായി എന്ന് വരും. അത് പള്ളിയിൽ വെച്ചായാൽ ആ നാണക്കേട് സഹിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. അത്രയും അപലകളും ചപലകളുമാണ് അവർ. 20/6/1953 അൽമനാർ എന്ന് പറഞ്ഞ ഖുർആനും സുന്നത്തും ശരിക്ക് അതിൻ്റെ കരട് കോപ്പി വിതരണം ചെയ്യാറ്. അതിൽ 1 ഇഞ്ച് തെറ്റാതെ ഖുർആൻ സുന്നത്ത് നേരിക്ക് നേരെ ചൂട്ടിൻ കയറി പിടിച്ച മാറിയിട്ട് പറയുന്ന കിതാബാണിത്, അൽമനാർ മുജാഹിദിൻ്റെ. അതിൽ 56 എഴുതുന്നത് സ്ത്രീകൾ വളരെ പ്രതിബന്ധങ്ങളുള്ളവരാ. ചിലപ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കും അയലുണ്ടായി എന്ന് വരും. അത് പള്ളിയിൽ വെച്ചായാൽ സഹിക്കാൻ പറ്റാത്ത നാണക്കേടാവും. അത്ര അപലകളാണ്, ചപലകളാണ്. അതുകൊണ്ട് ഒരു വേണ്ട. ഇതിപ്പോൾ ഈ പ്രതിബന്ധം ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് മൊത്തം ഇല്ലാതായിനോ? മനസ്സിലായില്ല. ഇങ്ങനെ ഒരു പ്രതിബന്ധം ഓൽക്ക് ഉണ്ട് എന്നാണ് 956 ഉമ്മർ മൗലവി സൽസബിയിൽ എഴുതി. 56 ശേഷം ഈ പ്രതിബന്ധം ഫുള്ള് ഇല്ലാതായോ എന്നാ ചോദിക്കണത്. ആർത്തവമുണ്ടായി വരും എന്ന് പറഞ്ഞില്ലേ, ആ പരിപാടി ഇപ്പൊ ഫുള്ള് നിന്നോ? എന്നാ പിന്നെ കുറെ സമാധാനമാണ്. ഈ നിലക്ക് പരിപാടി എന്നിട്ട് ഖുർആനല്ലേ ഓതുന്നത്. ഖുർആൻ ഓതാത്തവനാരാ? മുമ്പ് ഒരു ചങ്ങായിയാണ് കുത്തുപരിഭാഷ ആവശ്യമാണ് കാണും. എന്താ വെച്ചാൽ ഖുർആനിലുണ്ട് കാണും. എന്താ വെച്ചാൽ കാലഭമാ കത്തുബുക്കും, കാലത്തിനനുസരിച്ച് കുത്തുബാൻ ഓതി പൊളിയുന്നു. കാലഭമാ കത്തുബുക്കും, കാലത്തിനനുസരിച്ച് കുത്തുബോധണം. അത് ആയത്തിൻ്റെ അർത്ഥമല്ല, ഓൻ്റെ പ്രസംഗ ആയത്ത് വേറെ. ഈ നിലക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ വിഡ്ഢിത്തരത്തിൽ പെട്ടുപോകരുത്. നമ്മളെ ഈ നാടുകൾ, ഇതിൻ്റെ പരിസരങ്ങളൊക്കെ കുറേയൊക്കെ ദീനീ ബോധമുള്ള പഴമക്കാരായ ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ ശരിക്കും വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാർ,
ഇത്തരം പ്രസ്ഥാനങ്ങളിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകരുത്. ഏത് പുതിയത് വരികയാണെങ്കിലും നമ്മളൊന്ന് ആലോചിക്കണം. എന്തെങ്കിലും വരുന്ന സമയത്ത് ആവേശത്തോടു കൂടെ അതിന് കൂടുങ്ങാതെ നമ്മൾ ശരിക്ക് ചിന്തിച്ചതിൻ്റെ ശേഷമല്ലാതെ ഇത്തരം പ്രസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോകരുത്. നമ്മളുടെ മുൻഗാമികളും സ്വാലിഹീങ്ങളും ജീവിച്ച അതേ മാർഗമാണ് അഹ്ലുസുന്ന വൽ ജമാഅ. ആ സുന്നത്ത് ജമാഅത്തിന്റെ അതേ വിശ്വാസാദർശങ്ങളിലൂടെ ജീവിച്ച് മരിക്കുവാൻ സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.